കറി വെക്കണം. പയർ. അതിന് വേണ്ടി മുളക് ഇതാക്കാണോ? മുളക് വറുക്കുന്നേ, വറ്റൽ മുളക്. എന്ത് കറി ഉണ്ടാക്കാൻ? ഉണക്ക് മുളക് വറുക്കുന്നേ. എന്ത് കറി ഉണ്ടാക്കാനാ? പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ചാറാക്കാൻ വേണ്ടിട്ട്. ഓക്കെ. ചാറ്. എന്ത് പയറാ? വെള്ളപ്പയറ് കുതിർത്ത് വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കുതിർത്തു, എന്നിട്ട് ഇന്ന് രാവിലെ വേവിച്ചത്. വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എത്ര മുളക് എടുത്ത്? ഇവിടെ പിന്നെ എല്ലാവർക്കും കാരം കൂടുതൽ വേണമല്ലോ. മാറ്റി വെക്കണം. മുളക് വറുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ? മല്ലി. ഫുൾ മല്ലിയാണ്. ഇത് വറുക്കണം. കഴുകി ഉണക്കി വെച്ച മല്ലി വറുത്തിട്ട് വീണ്ടും കഴുകുമോ? അമ്മ ഇവിടെ എല്ലാം കഴുകാതെ ഒരു സാധനം എടുക്കില്ല. ഇത് ഞാൻ കുറേ ആയി കഴുകി, അതുകൊണ്ട് ഒന്നും കൂടി കഴുകുക. വറുത്തിട്ട് കഴുകി കഴിഞ്ഞാൽ എങ്ങനെ? കഴുകി വെച്ചിട്ട് കുറേ ആയി ഉണക്കിയിട്ട് വെച്ചത്. ഇനി ഓഫ് ചെയ്തോ. എന്നിട്ട് ജീരകം 2 മതി. 2 മതി ജീരകം. ഓക്കെ. ഓഫ് ചെയ്തല്ലോ. അപ്പൊ ആയിക്കോളൂ, ആ ചൂടിലായിക്കോളൂ. ചൂടിലാണ്. പറങ്കൽ കഴുകി വെച്ചത്, അങ്ങനെ കഴുകി വെച്ചത് മാത്രം. കുറേ ആയില്ലേ അത് വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ കൂടെ വീണ്ടും കഴുകുമോ? കഴുകണം. മതി. ഇത് ഇതിലിട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് കഴുകും. കഴുകുന്ന സ്റ്റൈലാണ്. കഴുകുന്ന സ്റ്റൈൽ അരിപ്പയിലിട്ടിട്ടല്ലേ? ചായ അരിക്കണ അരിപ്പയിലിട്ടിട്ട് കഴുകണ. ഒന്നിച്ച് ഒന്നിച്ചിടും. പറങ്കൾ ഇപ്പം നേരത്തെ മുമ്പേം കഴുകി, ഇപ്പോഴും കഴുകി. വീണ്ടും കഴുകിയ ജീരകവും കൊത്തമ്പാരി മല്ലി. ഇനി ഇത് ഞാൻ പൊടിച്ച പൊടി, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഞാൻ തന്നെ നട്ടിട്ട് പൊടിച്ച് വെച്ച് ഉണക്കിയിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ട് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചേ. ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വെള്ളുള്ളി അരി ഇടണം. ഒരു വെള്ളുള്ളി അരി, വെളുത്തുള്ളി. ഓക്കെ. പിന്നെ തേങ്ങ അതിനെ കത്തി കൊണ്ട് അരിഞ്ഞിടണം. അത് എന്ത് തേങ്ങ ഇത്? ഉണക്ക് തേങ്ങ. കൊപ്പര. എന്താ? അത് ചിരട്ടേന്ന് പൊട്ടിക്കുമ്പോ വെളിയിട്ട് ഒലിക്കുമ്പോ, തേങ്ങ ഒലിക്കുമ്പോ അത് തേങ്ങ ഒലിക്കുന്ന തേങ്ങ പൊട്ടിക്കുമ്പോ ഇതിങ്ങനെ വന്നു, ചിരട്ടേന്ന് ഇളകിയിട്ട് വന്നു, വെളിയിട്ട് വന്നു. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് ഇപ്പൊ ഇടുക. മുറിച്ചിട്ടിടുന്നേ. സാധാരണ ചിരകിയിട്ടാണ് ഇടാറ്. ഞാൻ ചിരകിയിട്ടിടല്ലേ, അത് മാത്രം കൊപ്പരായത് അങ്ങനെ. ഞങ്ങൾക്ക് തേങ്ങ കുറവല്ലേ, അതുകൊണ്ട് അങ്ങനെ എളിയ തേങ്ങ അരിഞ്ഞിട്ടിട്ടിട്ട് അരക്കുന്നേ. ഇതിത്ര അരച്ചിട്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് പയർ. ചൂടെടുക്കണ്ട? ഭയങ്കര ചൂട്. കാസർഗോഡ് പൊതുവെ ഇത്ര ചൂടുണ്ട്. സുഖമില്ലാത്തോണ്ട് നിക്കാൻ പറ്റുന്നില്ല, നടുവേദന. ഇരിക്കണ ചേറ് കൊണ്ടുവരട്ടെ? വേണ്ട, ബാക്കി ഞാൻ ചെയ്യാം. ഇങ്ങനെ നീ മുറിച്ചാലേ ഇതാ ഞാൻ മുറിച്ചത് നമുക്ക് ശരിയായിട്ടില്ല. അമ്മ രണ്ടാമത് എന്നിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കും. എല്ലാ അമ്മമാരും ഇങ്ങനെയാണ്. അത് അരിയിലായാലും വലുതായാലും മിക്സിയിലേക്ക് ഇടുന്നു. മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാൻ വേണ്ടിട്ടല്ലേ? എന്തൊക്കെയാ ഇപ്പൊ ഇതിലിട്ടത്? പറങ്കള്, മുളക്, പറങ്കള്, പിന്നെ ഇത് കൊത്തമ്പാരി, ജീരകം, പിന്നെ മഞ്ഞപ്പൊടി,
ഇനി തേങ്ങ ഇട്ട് പുളി ഒരു ഇടണം. വെളുത്തുള്ളി ഇട്ടായിരുന്നു. വെള്ളുള്ളി വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് ഞാൻ കൊണ്ടാമ്പുളി പൊടിച്ച് വെച്ചത് ഒരു കുറച്ച് മതി. ഇത്രയും വേണ്ടെന്ന് തോന്നുന്നു. ഇത് അരക്കണം. ഓക്കെ, ഞാൻ അരച്ചോണ്ട് വരാം. അരിഞ്ഞത് വെള്ളം ഞാൻ അരച്ചപ്പോൾ അമ്മയ്ക്കത് മെതിഞ്ഞിട്ടില്ല, അരിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി വെള്ളം. അതിൻ്റെ അടുത്തോട്ട് പയർ വെച്ചിട്ട്. ഓക്കെ, ഓൾറെഡി വേവിച്ച് വെച്ച പയറാണ്. വേവിച്ച് വെച്ച പയർ നല്ല വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വെച്ചു. ഓക്കെ, അപ്പം നമ്മുടെ അരപ്പ് റെഡി. അപ്പം ആ അരപ്പിനി അരപ്പിൽ ഒഴിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇനി തിളക്കണം. ഇത് ഉപ്പിട്ടോ? ഉപ്പ് പയർ വേവിക്കുമ്പോൾ ഇട്ടു. ഓക്കെ, ഇവിടെ ഉപ്പ് കുറവ് മതി അമ്മയ്ക്ക്, പ്രഷർ കാര്യമാണ്, അത് കാരണം. ഇനി ഇത് തിളച്ചാൽ മതി അല്ലേ? തിളച്ചു. അവന് വറുത്തിടണം. ഓ, കരിയാപ്പിലയും കടുവും എണ്ണയിൽ വറുത്തിട്ടിടും. എന്താ വറുക്കാനാ? പാരുള്ളി എന്ന് പറയും പണ്ടത്തെ ഇങ്ങനത്തെ പാരുള്ളി ഓട്ടിൻ്റെ ഉണ്ടാകും. പാരുള്ളി വാലായിട്ട് അത് നമ്മളടുത്തില്ല, അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത്. അപ്പം ഇനി അത് കറി തിളച്ചിട്ടുണ്ട്. ഓ അതെയാ, വറുക്കുന്നുണ്ട്. ആരോ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കണം. ഉറക്കെ പറയിക്കേക്കൂല. കടുക് ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഓടേണ്ടി വരും തോന്നുന്നു. അമ്മ എപ്പോഴേക്കും അത് ഓഫ് ചെയ്തു. ഇനി എന്താ? കരിയാപ്പില കഴുകി വെച്ച്, അതും കഴുകി. തൊടിയിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്, അത് കാശ് കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്ക് കരിയാമ്പല വെച്ചിട്ടുണ്ട്. അപ്പം അതായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാ? ഓക്കെ, അങ്ങനെ നമ്മുടെ പയർ റെഡി. കഴിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ പറ. ബൈ. അപ്പോൾ കാസർഗോഡിലെ ഉണ്ട എന്ന് പറഞ്ഞ പലഹാരമായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അതിൻ്റെ കൂടെയായിരുന്നു ഇത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബൈ ബൈ.